ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയുമോ? സ്വർണ്ണവില ഉയരാൻ അമേരിക്കൻ പലിശ നിരക്കാണ് കാരണമെന്നത് അന്ധവിശ്വാസമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. ജീവൻ രക്ഷാ മരുന്നുകളുടെയും അവശ്യ സാധനങ്ങളുടെയും വില കുറയാൻ സാധ്യത. 100-ലധികം ഇനങ്ങളുടെ GST നിരക്കുകളിൽ മാറ്റമുണ്ടായേക്കും. ഒക്ടോബർ 20 നടക്കുന്ന GST യോഗത്തിലാണ് അന്തിമ തീരുമാനം. അവശ്യ സാധനങ്ങളുടെ GST 12% നിന്ന് 5% കുറയ്ക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് പശ്ചിമബംഗാൾ ധനമന്ത്രി ചന്ദ്രിമ പട്ടാചാര്യ പറഞ്ഞു. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യയിലെ GST കൗൺസിൽ. വിവിധ സംസ്ഥാന മന്ത്രിമാരാണ് കൗൺസിൽ അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നിലവിൽ 12% നികുതി സ്ലാബിലുള്ള മെഡിക്കൽ ഫാർമ ഇനങ്ങളുടെ നികുതി നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. തീരുമാനം അംഗീകരിക്കപ്പെട്ടാൽ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയാൻ സാധ്യതയുണ്ട്. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. ഒക്ടോബർ 12 ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യും. നിലവിൽ 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലാണ് GST നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. GST വ്യവസ്ഥകൾ അനുസരിച്ച് ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിരക്ക് 40% വരെ ഉയർത്താം. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ GST 12% നിന്ന് 5% സാധാരണക്കാർക്ക് മേലുള്ള അധിക ഭാരം കുറയ്ക്കാൻ കഴിയുമെന്ന് യോഗം വിലയിരുത്തി. അതേസമയം നിലവിൽ 18% നിരക്കിലുള്ള ഹെയർ ഡ്രയർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയുടെ നിരക്ക് 28% ഉയർത്താനും യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. 1000 രൂപയ്ക്ക് മുകളിലുള്ള വസ്ത്രങ്ങളുടെ നിരക്ക് 12% നിന്ന് 18% ഉയർത്താനും സാധ്യതയുണ്ട്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. അതിവേഗ കുതിപ്പിന് ശനിയാഴ്ച തടയിട്ടെങ്കിലും ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിപണി വിലയിരുത്തുന്നത്. നവംബറിലെ അമേരിക്കൻ ഫെഡറൽ റിസർവ് യോഗത്തിലും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. പലിശ നിരക്ക് വീണ്ടും കുറച്ചാൽ സ്വർണ്ണവില ഇനിയും ഉയരും. ഈ വർഷം ഇതുവരെ സ്വർണ്ണവില 29% ഉയർന്നത്. അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളും യുദ്ധഭീതിയും കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ വാങ്ങലുമാണ് വില വർധനയ്ക്ക് ആക്കം കൂട്ടുന്നത്. അമേരിക്കയിലും ചൈനയിലും മാന്ദ്യഭീതി ഒഴിയുകയാണെന്നാണ് സൂചന. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില $2,700 എത്തിയേക്കുമെന്നാണ് വിപണി കണക്കാക്കുന്നത്. എന്നാൽ ശനിയാഴ്ച പ്രവചനങ്ങൾക്ക് വിപരീതമായി സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായി. പവന് 40 രൂപ കുറഞ്ഞ് 56,760 രൂപയായി. ഗ്രാമിന് 7,095 രൂപയാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. സെപ്റ്റംബർ 20 മുതൽ തുടങ്ങിയതാണ് സ്വർണ്ണവിലയിലെ കുതിപ്പ്. കാർഷിക വിപണിയിൽ അടുത്ത വാരം ചൈനീസ് വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള അനുകൂല വാർത്തകൾ ഏഷ്യൻ റബ്ബർ വിപണികളെ സജീവമാക്കിയെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിന് തിരിച്ചടി. നാളുകൾക്ക് ശേഷം നാളികേരത്തിന് നല്ല കാലം. കാപ്പി വിപണിക്ക് ചൂട് കൂടിയേക്കും. ഉത്സവകാലത്തും കുരുമുളകിന് കാലിടറി. ചൈനീസ് വ്യാവസായിക മേഖലയുടെ തിരിച്ചുവരവ് ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ പുത്തൻ ഉണർവിന് കാരണമായി. തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യ മാർക്കറ്റുകളുടെ ഉണർവ് വിയറ്റ്നാം, കംബോഡിയൻ വിപണികളെയും സജീവമാക്കി. ബാങ്കോക്കിലെ കയറ്റുമതി സമൂഹം റബ്ബർ സംഭരണത്തിന് ഉത്സാഹിച്ചത് 3-ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 245 രൂപ വരെ ഉയർത്തി. തായ് മാർക്കറ്റിലെ ഈ വിലക്കയറ്റം കേരളത്തിലും പ്രതിഫലിക്കേണ്ടതായിരുന്നു. എന്നാൽ ടയർ ലോബിയുടെ സംഘടിത നീക്കം മൂലം ഇന്ത്യൻ മാർക്കറ്റിന് മുന്നേറാനായില്ലെന്ന് മാത്രമല്ല, നിരക്കിടിയുകയും ചെയ്തു. 232 രൂപയിൽ വ്യാപാരം തുടങ്ങിയ 4-ാം ഗ്രേഡ് 225 വാരാവസാനം തളർന്നു. ഒക്ടോബർ ആദ്യ പകുതിയിൽ മധ്യ കേരളത്തിൽ നിന്നും ഇതര ഭാഗങ്ങളിൽ നിന്നും ഷീറ്റും ലാറ്റക്സും കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി വിപണികളിൽ എത്താൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാവസായിക രംഗത്ത് നിന്നും പിന്നോക്കം വലിഞ്ഞ ഉൽപാദന മേഖലയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം വിലയിൽ വൻ ചാഞ്ചാട്ടം സൃഷ്ടിക്കാം. നവരാത്രി ആവശ്യങ്ങൾക്കായി കൊപ്രയ്ക്കും ഉണ്ടകൊപ്രയ്ക്കും ആവശ്യക്കാരേറി. കൊച്ചി വിപണിയിൽ കൊപ്ര വില നിത്യേന 300 രൂപ വീതം ഉയർന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉൽപാദന മേഖലകളിലെ ചരക്ക് ക്ഷാമം. പിന്നിട്ട 4 വർഷത്തിനിടയിൽ നാളികേരോൽപ്പന്ന വിപണിയിൽ ഇത്തരത്തിലൊരു വിലക്കയറ്റം ദൃശ്യമായിട്ടില്ല. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ കാങ്കയത്ത് കൊപ്രയ്ക്ക് ക്വിന്റലിന് 1000 രൂപ വീണ്ടും ഉയർന്ന നിരക്ക് 14,200 രൂപയായി.
പിന്നിട്ട കാൽ നൂറ്റാണ്ടിനിടയിൽ ആദ്യമായി കൊച്ചി മാർക്കറ്റിനെ മറികടന്ന് തമിഴ്നാട്ടിൽ കൊപ്ര വ്യാപാരം നടന്നു. കൊച്ചിയിൽ കൊപ്ര 13,500-ലും വെളിച്ചെണ്ണ 19,500-ലുമാണ്. നവരാത്രിക്കുള്ള ചരക്ക് സംഭരണ പുരോഗമിച്ചതോടെ ഉണ്ടകൊപ്ര വില 10,000 രൂപയിൽ നിന്ന് 19,000 രൂപയിലേക്ക് ഉയർന്നപ്പോൾ രാജാപൂർ കൊപ്ര വില 24,000 രൂപയായി കുതിച്ചുകയറി. ഓണാഘോഷവേളയിൽ സംസ്ഥാനത്ത് 45 രൂപയിൽ വിപണനം നടന്ന പച്ചതേങ്ങ വില ഇതിനകം 72 രൂപയായി. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് സംഭരണത്തിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ ഉൽപ്പന്ന വിലയെ ബാധിച്ചു. ഇറക്കുമതി ചരക്ക് വടക്കേ ഇന്ത്യൻ മാർക്കറ്റുകളിൽ താഴ്ന്ന വിലയ്ക്ക് യഥേഷ്ടം ലഭ്യമായത് ഇടപാടുകാരെ ദക്ഷിണേന്ത്യയിൽ നിരക്ക് താഴ്ത്താൻ പ്രേരിപ്പിച്ചു. ഡിസംബർ വരെയുള്ള ഓഫ് സീസൺ കാലയളവിൽ പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തില്ലെന്നതിനാൽ വിലയിടേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് കർഷകർ. കൊച്ചിയിൽ അൺഗാർബിൾ കുരുമുളക് വില 65,200 രൂപയിൽ നിന്നും 64,400 രൂപയായി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ മുളക് വില ടണ്ണിന് $8,100. ഏലത്തിന്റെ വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. നടപ്പ് വർഷത്തെ മൊത്തം ഉൽപാദനത്തിൽ ഇടിവ് സംഭരിക്കുമെന്നാണ് ഉൽപാദകരുടെ പക്ഷം. ഉൽപാദന കേന്ദ്രങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ അടുത്ത മാസം ലേലത്തിനുള്ള പുതിയ ഏലക്കയുടെ ശരാശരി വരവ് 500,000 കിലോയിൽ നിന്നും 1,00,000-ലേക്ക് ചുവടുവെക്കാം. അറബ് രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ മുന്നിലുള്ള മാസങ്ങളിൽ കയറ്റുമതി മേഖല പ്രതീക്ഷിക്കുന്നു. രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ ഗ്വാട്ടിമാല ഏലക്കയുടെ സാന്നിധ്യം ചുരുങ്ങിയത് ഇന്ത്യൻ ഉൽപ്പന്നം മുന്നേറാൻ അവസരമൊരുക്കും. യൂറോപ്പിൽ നിന്നും ക്രിസ്തുമസ്, ന്യൂ ഇയർ മുന്നിൽ കണ്ടുള്ള വാങ്ങലിനും സാധ്യതയുണ്ട്. ലേലകേന്ദ്രങ്ങളിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,400 രൂപയിലും മികച്ച ഇനങ്ങൾ 2,900 റേഞ്ചിലുമാണ് നീങ്ങുന്നത്. ആഗോള കാപ്പി ഉൽപാദനത്തിൽ ഇടിവ് സംഭരിക്കുമെന്ന വാർത്തയെ തുടർന്ന് കേരളത്തിലെയും കർണാടകത്തിലെയും കാപ്പി കർഷകർക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ അവസരമൊരുക്കും. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കടുത്ത വരൾച്ചയെ ബ്രസീലിലെ മുഖ്യ കാപ്പി ഉൽപാദന മേഖലകൾ അഭിമുഖീകരിച്ചത്. 1981 ശേഷമുള്ള രൂക്ഷമായ വരൾച്ച തോട്ടം മേഖലയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി. അതേസമയം ഏപ്രിലിന് ശേഷമുണ്ടായ കനത്ത മഴ കാപ്പിച്ചെടികൾ പൂക്കുന്നതിന് തടസ്സമായി. പുതിയ സാഹചര്യത്തിൽ അടുത്ത സീസൺ അവിടെ ഉൽപാദനത്തിൽ കുറവ് സംഭവിക്കുമെന്നത് രാജ്യാന്തര തലത്തിൽ കാപ്പിക്ക് ഡിമാൻഡ് ഉയർത്താം. യാഗി ചുഴലിക്കാറ്റിൽ വിയറ്റ്നാമിലെ കാപ്പിത്തോട്ടങ്ങൾ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഉയർന്ന തോതിൽ റോബസ്റ്റ കാപ്പി ഉൽപ്പാദിക്കുന്ന വിയറ്റ്നാമിലെ സ്ഥിതിഗതികളും കാപ്പിയുടെ കടുപ്പം കൂട്ടാം. സെപ്റ്റംബറിൽ അവസാനിക്കുന്ന സീസണിൽ വിയറ്റ്നാമിൽ ഉൽപാദനം 20% കുറവാണ്. വയനാട്ടിൽ ഉണ്ടക്കാപ്പി 54 കിലോ 11,700 രൂപയിലും പരിപ്പ് 38,500 രൂപയിലുമാണ്. ലോഞ്ച് പാഡ് പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. കാത്തിരിപ്പുകൾ ഇനി അധിക നാൾ നീളില്ല. സ്കോഡയുടെ കോമ്പാക്ട് SUV ആയ കൈലാക് നവംബർ 6-ന് അവതരിപ്പിക്കും. ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡയുടെ കൈലാക് SUVയുടെ പ്രൊഡക്ഷൻ പതിപ്പായിരിക്കും പ്രദർശനത്തിന് എത്തിക്കുക. 2025 മാർച്ചിൽ കൈലാക് ഷോറൂമുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സ്കോഡയുടെ പൂനെയിലെ ചാക്കനിലുള്ള പ്ലാന്റിൽ ഈ മാസം അവസാനത്തോടെ നിർമ്മാണം ആരംഭിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമാണെങ്കിലും വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാനാണ് പദ്ധതി. മോഡേൺ സോളിഡ് ഡിസൈൻ ശൈലി അനുസരിച്ചായിരിക്കും നിർമ്മാണം. സ്ക്വാഡയുടെ വിവിധ മോഡലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന 1.0 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എന്നീ എഞ്ചിനുകൾ തന്നെയാണ് പുതിയ മോഡലിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120 bhp പവറുള്ള 1.0 ലിറ്റർ എഞ്ചിൻ മോഡലിനൊപ്പം മാനുവൽ, ടോർക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകൾ ഉണ്ടാകും. ഫീച്ചറുകളും സ്റ്റൈലുകളും കൂടുതൽ. പുതിയ മാഗ്നൈറ്റിന്റെ ടീസർ വീഡിയോ നിസാൻ പുറത്തുവിട്ടു. മുഖം മിനുക്കിയെത്തുന്ന മാഗ്നൈറ്റ് ഉടൻ വിപണിയിലെത്തും. ൽ പുറത്തിറങ്ങിയ ശേഷം മാഗ്നൈറ്റ് ആദ്യമായാണ് മുഖം മിനുക്കിയെത്തുന്നത്. ഒക്ടോബർ 4-ന് നിസാൻ മാഗ്നൈറ്റ് SUV ഫേസ് ലിഫ്റ്റ് പുറത്തിറക്കും. ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ കോമ്പാക്ട് SUVകളിൽ ഒന്നാണ് മാഗ്നൈറ്റ്. ഡിസൈനിൽ വളരെ കുറവ് മാറ്റങ്ങളോടെയാണ് മാഗ്നൈറ്റ് എത്തുന്നത്. നേരത്തെ പുറത്തുവന്ന ചിത്രങ്ങളിലും ഇപ്പോൾ വന്ന ടീസറിലും ഇത് വ്യക്തമാണ്. മുന്നിലെ ഗ്രില്ലിലും ബമ്പറിലും മാറ്റങ്ങളുണ്ട്. ഫ്രഷ് ലുക്ക് നൽകുന്നതിന്റെ ഭാഗമായി പുതിയ ഹെഡ്ലാമ്പും LED DRLഉം മാഗ്നൈറ്റിന് നൽകിയിട്ടുണ്ട്. അലോയ് വീലുകളിലെ മാറ്റങ്ങളോടെ പുറമോടിയിലെ പ്രധാന മാറ്റങ്ങൾ പൂർത്തിയാകുന്നു.
സീറ്റുകൾക്ക് പുതുനിറങ്ങൾ പ്രതീക്ഷിക്കാം. മുഖം മിനുക്കിയെത്തുന്ന മാഗ്നൈറ്റിന്റെ എഞ്ചിനടക്കമുള്ള ഭാഗങ്ങളിൽ മാറ്റത്തിന് സാധ്യത കുറവാണ്. ആപ്പിളിന്റെ M4 മാക്കും ഐപാഡും അടുത്ത മാസം പുറത്തിറക്കും. ഐഫോൺ SE, വാച്ച് SE എന്നിവ അടുത്ത വർഷം എത്തുമെന്നാണ് പ്രതീക്ഷ. പുതിയ ഐഫോൺ 16 സീരീസ് പുറത്തിറക്കിയ ശേഷം ആപ്പിൾ M4 ചിപ്പ് പവർ മാക്ബുക്ക് പ്രോ മോഡലുകൾ, പുനർരൂപകൽപ്പന ചെയ്ത മാക് മിനി, പുതിയ ഐമാക് മോഡൽ എന്നിവ അടുത്ത മാസം പുറത്തിറക്കും. സ്റ്റാൻഡേർഡ് ഐപാഡിന്റെ അടുത്ത തലമുറയും പുതിയ ഐപാഡ് മിനി മോഡലും അവതരിപ്പിക്കും. പുതിയ മാക്ബുക്ക് പ്രോയിലും 24 ഇഞ്ച് ഐമാക്കിലും കാര്യമായ ഡിസൈൻ മാറ്റങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ മാക് മിനി മാറ്റങ്ങളോടെയാകും പുറത്തിറങ്ങുക. ഐഫോൺ SE അടുത്ത വർഷമാകും വിപണിയിലെത്തുക. ഹോം ബട്ടൺ ഇല്ലാതെ എഡ്ജ് ടു എഡ്ജ് OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിലുണ്ടാകുക. ഐഫോൺ 14 സ്മാർട്ട് ഫോണിന് സമാനമായ ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. ആപ്പിൾ വാച്ച് SE പുതിയ രൂപത്തിലും മെച്ചപ്പെട്ട സവിശേഷതകളോടെയുമാകും പുറത്തിറങ്ങുക. ഓൾ പ്ലാസ്റ്റിക് ഡിസൈൻ ഫീച്ചർ ചെയ്തേക്കാം. ഇത് നിർമ്മാണ ചെലവ് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എയർപോഡ് പ്രോ 3, ആപ്പിൾ വാച്ച് അൾട്രാ 3, പുതിയ ഹോം പോഡ് മോഡലുകളും ആപ്പിൾ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവോ X200 Pro Mini ഒക്ടോബർ 14 ചൈനയിൽ ലോഞ്ച് ചെയ്യും. കയ്യിലൊതുങ്ങുന്ന ഫോൺ ആഗ്രഹിക്കുന്നവരെയാണ് പ്രോ മിനി ലക്ഷ്യമിടുന്നത്. വിവോ X200 Pro മിനിയിൽ വിവോ X200, X200 Pro എന്നീ 2 മോഡലുകൾ ഉൾപ്പെടും. കയ്യിലൊതുങ്ങുന്ന ഒരു ഫോണാണ് വിവോ X200 Pro മിനി എന്നാണ് സൂചന. കൂടാതെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിവോയ്ക്ക് ഈ വർഷം X സീരീസ് ലൈനപ്പിൽ ഒന്നിലധികം മോഡലുകളും ഉണ്ടാകും. ഫോണിന്റെ മറ്റൊരു സവിശേഷത വെള്ളവും പൊടിയും പ്രതിരോധിക്കാനായി IP69 റേറ്റിംഗ് ഉണ്ടാകുമെന്നതാണ്. കൂടാതെ ക്യാമറകൾക്ക് OIS പിന്തുണയും ലഭിക്കും. വിലയും ഇന്ത്യൻ വിപണിയിൽ എന്നെത്തുമെന്നതും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. വിനോദവാരം. ആക്ഷൻ, ഡ്രാമ, ഫാന്റസി, ആവേശം നിറയ്ക്കുന്ന ഒരുപിടി ചിത്രങ്ങളാണ് ദക്ഷിണേന്ത്യൻ സിനിമ സമ്മാനിക്കുന്നത്. ഒക്ടോബറിൽ പ്രേക്ഷകർക്കായി സിനിമാറ്റിക് ട്രീറ്റ് ഒരുക്കുകയാണ് ഈ ചിത്രങ്ങൾ. നൃത്തച്ചുവടുകൾ കൊണ്ട് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർ, രജനീകാന്ത് ചിത്രം വേട്ടയാൻ ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തും. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ദഗ്ഗുബട്ടി തുടങ്ങിയവരും ഈ ആക്ഷൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. റിലീസ് അനിശ്ചിതത്വം നീങ്ങി മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് ഒക്ടോബർ 3 പ്രദർശനത്തിനെത്തുന്നു. പോർച്ചുഗീസ് പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്ന കഥയിൽ 3D ഫാന്റസി ചിത്രമായാണ് ബറോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. 100 കോടി രൂപയാണ് മുതൽ മുടക്ക്. ദുൽഖർ സൽമാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തെലുങ്ക് ചിത്രം ആകാംക്ഷലോ ഒകതാര ഒക്ടോബർ 11 തിയേറ്ററുകളിലെത്തും. പവൻ സതിനേനി സംവിധാനം ചെയ്യുന്ന ചിത്രം തെലുങ്ക് സിനിമാ പ്രേമികൾ വൈകാരികമായി ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ. അമൽ നീരദിന്റെ പുതിയ ചിത്രം ബൊഗൈൻവില്ല, കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ആക്ഷൻ ചിത്രം ഒക്ടോബർ 10 പുറത്തിറങ്ങും. ലിജോ ജോസും അമൽ നീരദും ഒന്നിച്ചെഴുതിയ തിരക്കഥ എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട മമ്മൂട്ടി ചിത്രം കുഞ്ഞാലി മരക്കാർ റിലീസിനെത്തുന്നു. കുഞ്ഞാലി മരക്കാർ 4-മനായി പോരാട്ട ചരിത്രം പറയുന്ന ചിത്രം ഒക്ടോബർ 13 റിലീസ് ചെയ്യുമെന്നാണ് സൂചന. അപ്പാനി ശരത്തിനും മാളവിക ശ്രീനാഥിനുമൊപ്പം സണ്ണി ലിയോൺ പ്രധാന വേഷത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ സുന്ദരി ഒക്ടോബർ 12 റിലീസ് ചെയ്യും. ഇനി പ്രധാന ഇവന്റുകൾ. കേരള റീറ്റെയിൽ സമ്മിറ്റ് ഒക്ടോബർ 9 കൊച്ചി ക്രൗൺ പ്ലാസയിൽ. റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് സംഘാടകർ. IEDC സമ്മിറ്റ് ഒക്ടോബർ 19 കോഴിക്കോട് NITയിൽ. വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും വേണ്ടി കോഴിക്കോട് NITയിലെ ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ചാണ് പരിപാടി.
സമ്മിറ്റ് ഒക്ടോബർ 9 കൊച്ചി ക്രൗൺ പ്ലാസയിൽ. റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് സംഘാടകർ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.